ഹലോ ഡിയർ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. ആ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ കാഞ്ഞങ്ങാട് പത്തായപ്പൂര് എന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്ന ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാഞ്ഞങ്ങാട് ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിച്ചങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഗ്ലാസ് ബ്രിഡ്ജ് കയറിയില്ല. അപ്പം അതിന് മുന്നേ നോക്കി നമ്മുടെ കുറച്ച് മുയൽക്കുട്ടന്മാരൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസിനൊക്കെ എടുത്തതാണ്. മുയൽക്കുട്ടന്മാർ മാത്രമല്ല കേട്ടോ, ആടുണ്ട്, പശുക്കളുണ്ട്, പിന്നെ പക്ഷികളുണ്ട്, മീൻ വളർത്തലുണ്ട്, പിന്നെ അഡ്വഞ്ചർ പാർക്കുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 36 ഏക്കറിലാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് വിശാലമായി നടക്കാം, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. അപ്പോൾ ഈ കാണുന്നത് കേട്ടോ അഡ്വഞ്ചർ പാർക്ക്. അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതിനെ കയറിയൊന്നുമില്ല. കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം, പിന്നെ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ കയറിയില്ല. എനിക്ക് കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള പാർക്കിലോട്ട് പോകാവേ. അങ്ങോട്ട് നടക്കാം. അവിടെ ഉണ്ണിക്കുട്ട ഇങ്ങോട്ട് നോക്കി. ആ മുയലുകുട്ടൻ, മുയലാണോ? ഇനി നമ്മൾ പോകുന്നത് ഫാമിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ നമുക്ക് പശുക്കളെ ഒന്ന് കണ്ടേക്കാം. പൊന്നീനെ നോക്കണതാ പശു. പശു പൊന്നു ഇങ്ങോട്ട് വന്നയാ. ഈ
ഇത് കൊടുത്ത് പക്ഷെ ആദ്യമായിട്ട് കാണണത് കേട്ടമ്മേ. ഇതൊക്കെ കൊമ്പില്ലാത്ത പക്ഷെ ആദ്യമായിട്ടാ അമ്മേ. അപ്പം നമ്മൾ അവിടുത്തെ കുറച്ച് പശുക്കളൊക്കെ കണ്ടു. ഇനി നമ്മളത് ആ പിള്ളേർക്കുള്ള പാർക്കിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് നേരം പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുളത്തിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ എടുത്തുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും പിള്ളേരൊക്കെ കയറി കഴിഞ്ഞു. അപ്പോൾ അതാ ഞാനും ശില്പയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് കയറാൻ പോകുന്നത്. അപ്പോൾ പിള്ളേർ ഞാനിവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഇനിയും കയറണം എന്നും പറഞ്ഞ് അവർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓരോരുത്തർക്ക് 50 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. പിള്ളേർക്ക് പൈസ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്കൊക്കെ 50 രൂപ വെച്ച് എടുത്തായിരുന്നു. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മടങ്ങി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് മുഴുവൻ ഗ്ലാസ് ആയിരിക്കും എന്നാട്ടോ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ പണി തീർന്നില്ല. ഇനിയും പണികളൊക്കെ ഒരുപാട് നടക്കാനുണ്ട്. പകുതി വരെ ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും ചെയ്യാനൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇനി കഴിഞ്ഞ് ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയാകും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ നോക്കിയ സോളാർ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം സോളാർ പാനലുകളാണ്. ഇനി ഇവിടെ ഉച്ചയ്ക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ. കാരണം നല്ല വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം നമുക്ക് ഈ ഭാഗത്തൊക്കെ വരാൻ കഴിയുള്ളൂ. ഒന്നാകെ ആ സമയത്ത് ചൂടുള്ള സമയത്താണല്ലോ ഞങ്ങൾ വന്നത്. അപ്പം ഈ പോകുന്ന വഴിക്ക് ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. മന്തിയായിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് അടിച്ച് പൊളിച്ച് വന്നു. അപ്പോൾ നല്ലൊരു യാത്രയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.